എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. ഇൻഷാ അല്ലാ. ഈ ഉമ്മാന്റെ കണ്ണുനീര് കാണുമ്പോ സത്യത്തിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. 21 വയസ്സായിട്ടുള്ളൊരു പയ്യൻ, മകൻ ഒരു ഉമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നു, എല്ലാ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അത് കണ്ടെത്തിയ ഉമ്മയെ ഉപേക്ഷിച്ച് പോയി പോലീസിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ ഈ വീഡിയോ. കാരണം ഇത് ഒരുപാട് ഉമ്മ പെങ്ങന്മാര് കാണേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. മോള് വിചാരിക്കും പോലെ ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല. ഇതെന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ്. തുറന്നു നോക്കി. ശരിക്കും എന്താണ് സംഭവം? ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ്. അതുപോലെ ലൈറ്റർ, ഇത് ചൂയിങ്കം. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേറെ ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു പൊതി, ആ ഒരു കവറിലുള്ള ഒരുപാട് പൊതികൾ എന്താണെന്നറിയോ? ഓരോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സ്മെല്ല് ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഓരോ സ്പ്രേയും അതേപോലെ അത്തറും അങ്ങനെ പലതും, പിന്നെ പേരറിയാത്ത ഒരുപാട് സാധനങ്ങൾ. ഇതിൽ വളരെ വീര്യമേറിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ ഉമ്മ പോലീസിനെ പറയുകയും പോലീസ് വരികയും അത് കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് മകൻ വീട്ടിൽ നിന്നും പതുക്കെ സ്കൂട്ടാവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ സ്പ്രേ, അത്തറ് അതൊക്കെ ഭയങ്കരമായിട്ട് രാത്രി കാലങ്ങളിൽ അവർ തിരിച്ചേ വരുമ്പോൾ സ്മെല്ലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. ആ മക്കള് മറ്റുള്ള എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ടത്. പല കുട്ടികളും ഈ ഒരു സിഗരറ്റ് വലിച്ചത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കുറെ ഈ അത്തറൊക്കെ വാങ്ങി തേക്കുന്നത് നമ്മളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ സിഗരറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടാണ് മറ്റുള്ള സാധനങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ മാറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിച്ച നാറ്റം കിട്ടാതിരിക്കാനാണ് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്ക്. ഇനി ഈ വീഡിയോ കണ്ട ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇനി ഇത് ആളുകൾക്ക് അറിയാമെന്ന് അറിയെങ്കിൽ പോലും ഈ പയ്യന്മാര് വീഡിയോ കണ്ടാൽ പോലും അത് തന്നെ തുടരുള്ളൂ. കാരണം ആ സ്മെല്ലിനേക്കാൾ നല്ലത് ഈ സ്മെല്ലല്ലേ എന്ന് ചിന്തിക്കുന്നതാണ്. എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ. സമൂഹത്തിൽ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് 21 വയസ്സായ മോനിൽ നിന്ന്. ഒരു ഉമ്മ അതൊക്കെ എങ്ങനെയാ പറയാന്നുള്ളതാ. എന്തായാലും ജസ്ന വ്ളോഗിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് വരൂ എന്നാലും ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ഉമ്മ വിളിച്ചു വരുത്തുന്നത്. ആ ഉമ്മ പറയുന്ന പല വാക്കുകളും ഒരുപാട് ജമ്പിങ് ഉണ്ട് വീഡിയോയിൽ, ഒരുപാട് കട്ടിങ് ഉണ്ട്. കാരണം ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ആ മകന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ലൈംഗികമായിട്ട് പെറ്റുമ്മയെ, ഞാനത് എങ്ങനെ പറയും? ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. അങ്ങനെയുള്ള വൃത്തികെട്ട അനുഭവങ്ങൾ ഉമ്മക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ലഹരിയുടെ പുറത്താണ് അതൊക്കെ ചെയ്തത് എന്ന് ഉമ്മ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവനെ ലോകത്ത് എവിടെയാണെങ്കിൽ ഏത് കോണിൽ ഇരുന്നാണെങ്കിലും നീ നന്നാവണം, നീ അത് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് ഉമ്മ പറയുന്നത്. താങ്ങായും തണലായും കൂടെ നിൽക്കേണ്ട മകനെ പേടിച്ച് അമ്മ ഉറങ്ങാതിരുന്നിട്ടുണ്ട് എന്നുള്ള പല രാത്രികളിലും. സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത്, കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മക്ക് ഒരു
എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു പോയി. ഞാൻ എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് മോനെ ഇന്ന് എന്റെ മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയണില്ല. മോനിപ്പോ എവിടെ പോയത്? എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്. എനിക്കറിയില്ല എവിടെ പോയതെന്ന്. ഈ ഒരു പൊതി പിടിച്ചതിന് ശേഷം പൊതി പല സമയങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഫോൺ ഓഫാണ്, എവിടെയെന്ന് എനിക്കറിയില്ല. അത്രയധികം അവര് ആ മകനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇത്ര വൃത്തികേടുകൾ ചെയ്തിട്ടും ആ മകന് വേണ്ടി കരയണ ഉമ്മ. ആ ഒരു പയ്യന്റെ മാത്രം ഒരു തെറ്റുകൊണ്ടല്ല അവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുള്ളത്. അവന്റെ കൂട്ടുകെട്ടിൽ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പുതിയ ഏതെങ്കിലും കൂട്ടുകാരോ മറ്റുള്ള ആളുകളോ അദ്ദേഹത്തിനുമായിട്ട് എന്തെങ്കിലും ഒരു കമ്പനി കൂടി വന്നിട്ടുണ്ടാകും. നമ്മൾ ആരാണെങ്കിലും, വീഡിയോ കാണുന്ന ആരാണെങ്കിലും, നിങ്ങൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടും ആലോചിച്ചിട്ടും വേണം ചെയ്യാൻ. നിങ്ങൾക്ക് പ്രായത്തിൽ കൂടുതലുള്ള ആളുകളുമായിട്ട് ചങ്ങാത്തമുണ്ട് എങ്കിൽ ചിലപ്പോൾ അവരൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ആ ഒരു സാധനത്തിലേക്കൊന്നും ഒരിക്കലും പോകരുത്. കാരണം ലഹരി എന്ന് പറയുന്നത് അതിന് എന്താണെങ്കിലും അധികമായി ഉപയോഗിക്കുന്ന, നമ്മൾ അഡിക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന എന്തും നമുക്ക് ലഹരിയായിട്ടുള്ളതാ. എന്തും പ്രശ്നമാണ് എന്നുള്ളതാണ്. ഒരിക്കലും പുകയില ഉൽപ്പന്നങ്ങളോ മദ്യം അങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സാധനവും ലഹരിയായി നിങ്ങൾക്ക് കിട്ടുന്നതൊന്നും ഉപയോഗിക്കരുത്. ഈ കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു തവണ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരത് അങ്ങനെ അതിൽ പല രീതിയിലും പോകും. ആദ്യം ചെറിയ സാധനങ്ങളിൽ നിന്നും തുടങ്ങും, സിഗരറ്റിൽ നിന്നൊക്കെ തുടങ്ങും, ചിലപ്പോൾ ചെറിയ പ്രോജാപ്പാക്കി എന്നൊക്കെ തുടങ്ങിയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. കിട്ടില്ല. ഉമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്ക് ഭയങ്കരമായിട്ട് നമ്മളോട് തകർന്നില്ലാണ്ടാവുക. ഇത്രയൊക്കെ കുറ്റം ചെയ്തിട്ട് ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് മകൻ വേണം, അവൻ നന്നാവണം. ഭയങ്കര സങ്കടത്തിലാണ്. ഈ ഉമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട്. കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത്. ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകൾ നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത്. അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല. സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ ഈ ഉമ്മക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല. നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് നമ്മൾ പറയാല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഈ ഒരു സമൂഹം പോണ പോക്ക് ചെറിയ പോക്കൊന്നുമല്ല. ഈ കുട്ടികള് നമ്മൾ വിചാരിക്കണ പോലെ നമ്മളെ കയ്യിൽ നിൽക്കണതുമല്ല. നമ്മളെ കയ്യിൽ നിൽക്കണമെങ്കിൽ തുടക്കം മുതൽ നമ്മൾ നല്ല രീതിയിൽ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ചെറിയ അത്തറുകളും സ്പ്രേകളും ഒക്കെ പരമാവധി രാത്രി അടിച്ചു മിന്നിച്ച് വരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പരിശോധിക്കുക. നിങ്ങളെ മക്കളെ നിങ്ങൾക്കല്ലാതെ നാട്ടുകാർക്കല്ലല്ലോ പരിശോധിക്കാൻ കഴിയുക. നിങ്ങൾ തന്നെ പരിശോധിക്കുക. ആ പയ്യൻ എന്തെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ നോക്കുക. രക്ഷിതാക്കളുടെ കയ്യിലാണ് ഒന്നാമതിരിക്കുന്നത്. കാരണം അവൻ എവിടൊക്കെ പോയാലും രാത്രി കിടന്നുറങ്ങാൻ അതേ വീട്ടിലേക്ക് തന്നെയാണ് വരിക. സൂക്ഷിക്കുക. അവൻ വളരെ മാരകമായിട്ട് ലഹരി പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, പോലീസിൽ വിവരം അറിയിക്കുക. അതാരാണോ കൊടുത്തത് അവനെ പൊക്കുക തന്നെ വേണം. ഈ പയ്യന് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. ശ്രമിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ ഈ ഒരു ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആ ഉമ്മ കൃത്യമായിട്ട് അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത്. ഇനി എന്തൊക്കെ തലകുത്തി മറഞ്ഞാലും ഈ ഒരു സാധനങ്ങളിൽ ഈ സ്പ്രേ അത്തറ് ഇതൊക്കെ തന്നെയാണ് ഇവറ്റാളെ തലയിൽ കയറുള്ളൂ. അതായത് അത്ര വലിയ ബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ അടിച്ച് കയറ്റി പറഞ്ഞാൽ ഇത് തേച്ചാൽ മതി എന്നുള്ളത്. അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അത് മാത്രമല്ല മോളെ, ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ട് നമ്മളെ പോലെ അവരിരുന്ന് കരയാൻ പാടില്ല. നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെയാണല്ലോ മറ്റു പെണ്ണുങ്ങളെ, നമ്മളെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത്. കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഇരയാവണ്ടേ, അവന്റെ അടി കൊള്ളണ്ടേ, അതുവഴി ആത്മഹത്യ ചെയ്യൂലേ, ഡൈവോഴ്സ് നടക്കൂലേ, എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക. ഒരുപാട് പ്രതീക്ഷയിലാണല്ലോ മകനെ വളർത്തിയിട്ടുണ്ടാവുക. കേട്ടില്ലേ? അത് നല്ലൊരു പോയിന്റ് ആണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ആരെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ?
ഒരുപാട് കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഇതൊന്നും വേണ്ട, കല്യാണം പോലും കഴിക്കണ്ട. ഇവര് ലഹരി മറ്റു സാധനമൊക്കെ ഉപയോഗിച്ചിട്ട് വഴി കൂടെ പോണ പെൺകുട്ടികള് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്ന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അല്ല കത്തിരുത്ത് കുത്താനും മറ്റുള്ള ആസിഡ് ഒഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതൊന്നും ബോധമില്ലാതെ ചെയ്യാനേ കഴിയുള്ളൂ. ബോധമുള്ള ഒരാൾക്ക് കഴിയില്ല. അതൊക്കെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്ര തന്നെ. ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അവൻ ഹാഫിളാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ്, ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ ഇവനെ നന്നാക്കിക്കൂടെ? നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങൾ എന്നാൽ കഴിയണം. എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എവിടെയെന്നോലും എനിക്കറിയില്ല. കരയണ്ട അല്ലെ? അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരു ചെക്കനെ പഠിപ്പിച്ചിട്ട് അവന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് ആ ഉമ്മയെ തന്നെ കയറി പിടിക്കാൻ നായിക്കാട്ടത്തിന് തോന്നിയപ്പോഴോ, ഇത്രയൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ട് അവൻ പോയപ്പോ ഉമ്മ പറയാ, വിഷമം കൊണ്ട് അവരെന്ന് പറയാണ്, അവന് ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ അതൊക്കെ അങ്ങനെ ആയത്. അവന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മ, അവൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മ. അവൻ ഇറങ്ങിപ്പോയതിൽ എനിക്കൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഉമ്മ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോളൂ, നാളെ അവൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കേൾക്കേണ്ടി വരില്ലേ? ഇപ്പൊ ഉമ്മക്ക് ലൈഫ്, ജീവിതം ഉണ്ട്, ജീവനുണ്ട്. അവൻ എന്ത് ചെയ്യും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം പെറ്റ ഉമ്മയെ പോലും അമ്മാതിരി ഒരു പരിപാടി ചെയ്തെങ്കിൽ ഭാവിയിൽ അവൻ എന്ത് ചെയ്യും നമുക്ക് പറയാൻ കഴിയില്ല. അത് അത്രേ ഉള്ളൂ. അല്ലെ, ആ മോന്റെ ഭാഗത്തുനിന്ന് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുർആൻ ഓതണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്, ഹാഫിളാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനെ വിലപിച്ച് കരയുന്നത്. വിധി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് തടുക്കാൻ കഴിയില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മളിപ്പോ പലതും പറയും, ദൈവമേ രക്ഷിക്കണേ എന്ന് പറയില്ലേ? അതേപോലെ തന്നെ എന്തിനാണ് എനിക്ക് ഇത്രയധികം പരീക്ഷണങ്ങൾ നൽകുന്നത് അതാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനെന്നെ മറ്റുള്ള ആളുകൾ വേറൊരു കാര്യം കൂടിയും പറയും, പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ആ വാക്ക്, സോറി, നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും, നമ്മൾ അതിലൊന്നും വീഴരുത് എന്നുള്ളതാണ്. പക്ഷെ സ്വന്തം ഉമ്മായെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ എന്ത് പരീക്ഷണമാണ് ആൾക്ക് കൊടുത്തിട്ടുള്ളത്? അങ്ങനെയുള്ള ആളുകളെയൊക്കെ വേഗം അങ്ങ് കൊണ്ടുപോയിക്കോളൂ. ഈ ഒരു ലോകത്തേക്ക് ആവശ്യമില്ല പരീക്ഷണങ്ങളൊക്കെ, പരലോകത്തിന് കൊടുക്കുക. കാരണം ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലടി പാതയിലാണ് സുവർഗം ഓർത്തോളി, അങ്ങനൊക്കെ പാടുന്ന ആളുകളാണ് നിങ്ങൾ. അതൊക്കെ മനസ്സിലാക്കി വെച്ച ആളുകളാണ് ഞങ്ങൾ. അപ്പോ അതെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിരുന്ന കുട്ടിയാണ്. പിന്നീടാണ് അവസാനം കൊറോണയ്ക്ക് ശേഷം പിന്നെ പഠിക്കാനും പോകണം താല്പര്യം ഇല്ലാതായി. പിന്നെ നമ്മളെ മക്കൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോഴത്തേക്ക്. ഇവന് പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി തിരിച്ച്, പിന്നെ അവന്റെ ഹാലാകെ അങ്ങ് മാറി. പിന്നെ എങ്ങട്ടാ ഏതെന്നൊന്നും പിന്നെ എനിക്കറിയില്ല. ഇപ്പൊ മോനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണ്ടേ? അതെ, മോനെ കുറിച്ച് സ്റ്റേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു ബോധവൽക്കരണം എന്നുള്ള നിലയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓരോ ഉമ്മമാരും കുട്ടിയുടെ കയ്യിലോ അരയിലോ ബാഗിലോ ഒക്കെ ഒന്ന് നോക്കണം, എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ അല്ലേ? അതെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ, കൊറോണയ്ക്ക് മുന്നേ ആ കുട്ടി കൃത്യമായിട്ട് നല്ല രീതിയിൽ പോയിരുന്നതാ. കൊറോണയ്ക്ക് ശേഷമാണ് ജീവിതം താറുമാറായത്. ഒരു വലിയ ഗ്യാപ്പ് നമ്മളെല്ലാവരും വീട്ടിലിരുന്നിട്ടുണ്ട് അല്ലെ? കൊറോണ സമയത്ത് കുറെ ഗുണമുണ്ടായ ആളുകളുണ്ട്, കുറെ ദോഷമുണ്ടായ ആളുകളുണ്ട്. അതിലേറ്റവും വലിയ ദോഷം, ഏറ്റവും വലിയ അപകടം അത് ഉമ്മക്കാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ആ മകൻ നല്ല രീതിയിൽ പോയിരുന്ന ഒരു സമയത്താണ് കൊറോണ വരുന്നതും വീട്ടിലിരിക്കുന്നതും. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാത്രമേയാണ് അല്ലെ? നമുക്ക് നെറ്റൊക്കെ വളരെ സുലഭ, നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചു എന്നൊക്കെ നമ്മളെ ഹിസ്റ്ററി നോക്കിയാലേ കാണാൻ കഴിയുള്ളൂ. അപ്പൊ അതിലൂടെ ഒക്കെ കടന്ന് വന്ന് ആ പയ്യൻ ആ രീതിയിൽ മാറി, കൊറോണക്ക് മുൻപും പിൻപും. അതൊരു വല്ലാത്ത ചോദ്യചിഹ്ന. പല ആളുകളുടെ, നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതാണ് എന്റെ ലൈഫ്, അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ വീഡിയോയിൽ കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക, ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. എവിടെ ഇരുന്നാലും എന്റെ ദുആ ഉണ്ടാവും. എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയുള്ള ഞാൻ കാത്തിരിക്കും, ഇൻഷാ അല്ലാഹ്. അതിൽ കൂടുതലായിട്ടൊന്നും പറയാൻ തോന്നുന്നില്ല. ഉമ്മ അത്ര അധികം അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ വാക്കുകളിൽ അത് കൃത്യമായിട്ടുണ്ട്. ആ ഉമ്മക്ക് താങ്ങായി തണലായി നിൽക്കേണ്ട
ആ ഒരു പയ്യൻ ലഹരിക്കടിമയായിട്ട് സ്വന്തം ഉമ്മയെ പോലും കയറി പിടിച്ചു എന്നുള്ളതാണ്. ഉറക്കം പേടിച്ചുറങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭയത്തിൽ വാതിലടച്ച് ഞാനൊന്നും പറയുന്നില്ല. അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നുള്ളത്. നിങ്ങളെ മക്കള് അത്ര വൈകി വരുമ്പോൾ, ഒരു പെൺകുട്ടി 6 മണിക്ക് ശേഷം വീട്ടിൽ കയറുമ്പോൾ ആ പെൺകുട്ടിയെ അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഒരു പയ്യൻ 9 മണി ഒന്നും ഒരു വലിയ കുഴപ്പമുള്ള തരം 9:30 വരെ കൂട്ടാം. അതും കഴിഞ്ഞ് 10, 11, 12, 1 മണി കഴിഞ്ഞ് കയറി വന്നാൽ വാതിൽ തുറന്നു കൊടുക്കുന്നു. അവൻ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കുന്നില്ല. ഇതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഒരേ സ്വാതന്ത്ര്യമല്ല നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ആൺകുട്ടിക്ക് ഒരു കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അത് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ നശിച്ചു പോവാൻ നിങ്ങൾ തന്നെയാണ് കാരണമാകുന്നത്. സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് ഉമ്മാക്കും ഉപ്പാക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മറ്റൊരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. അതെന്റെ മകനാണ്, അതെന്റെ മകളാണ്, അവളെ നേർവഴിക്ക് അല്ലെങ്കിൽ അവനെ നേർവഴിക്ക് നയിക്കേണ്ടത് ഞാനാണ്. അത് മനസ്സിലാക്കുക. എല്ലാവരോടും രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. അത്ര നേരം വൈകി വരുന്ന കുട്ടികളിലെ മാറ്റങ്ങൾ നിങ്ങൾ പരിശോധിക്കണം, മനസ്സിലാക്കണം. ബാഗ് അതേപോലെ അവിടെ എവിടെയൊക്കെയാണ് ഇവരിത് വെക്കാൻ സാധ്യതയുള്ളതൊക്കെ പരിശോധിക്കുക, തിരയുക, നോക്കുക. അതൊക്കെ നിങ്ങളുടെ കടമയാണ്. സമൂഹം നമ്മളെ നശിപ്പിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടാവും, നല്ലവനാക്കാനും ഉണ്ടാകും. പക്ഷെ ഞാൻ നശിച്ചേ പോകൂ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ എവിടൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിൽ അവസാനം എന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൃത്യമായത് മനസ്സിലാക്കാനുള്ള കഴിയാതിരിക്കില്ല. ഒന്ന് പരിശോധിക്കുക. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.